കേരള സർക്കാർ വന്ന് പറയുകയാണ് റിലയബിലിറ്റി സയൻറ്റിസ്റ്റുകൾ വന്ന് മുല്ലപ്പെരിയാർ ഡാം പരിശോധിക്കുന്നതിൽ ഞങ്ങൾക്ക് വിരോധമില്ല, അതിൻ്റെ നെസസറി എക്സ്പെൻസ് ഗവൺമെൻറ് ഓഫ് കേരള വഹിക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞ് രണ്ട് സെൻറ്റൻസ് ഇന്ന് ഈ ദിവസം ഇടുകയാണെങ്കിൽ നാളെ മുല്ലപ്പെരിയാർ കേസ് തീർന്നു. കാരണം എന്ന് വെച്ചാൽ റിലയബിലിറ്റി സയൻറ്റിസ്റ്റുകൾ വന്ന് പരിശോധിക്കണമെന്ന് ഒരു സർക്കാർ പറയുമ്പോൾ അത് വേണ്ട എന്ന് സുപ്രീം കോടതി ഒരിക്കലും പറയില്ല. സുപ്രീം കോടതി അത് അംഗീകരിക്കും. അങ്ങനെ ആകുമ്പോൾ അവരുടെ സയൻസ് പ്രകാരം ഒരു ഡാമിൻ്റെ മാക്സിമം ലൈഫ് എന്ന് പറയുന്നത് 40 വർഷമുള്ളൂ. ഇത് 130 വർഷം പഴക്കമുള്ള ഡാം അവർക്ക് പരിശോധിക്കേണ്ട ആവശ്യം വരുന്നില്ല. അത് എക്സ്പയർ ഇപ്പം നമ്മൾ അത് അതിൻ്റെ ടൈം എക്സ്പയർഡായി ഇല്ലേ? നമ്മൾ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞാൽ മരുന്ന് കഴിക്കാറുണ്ടോ? എന്തെങ്കിലും എക്സ്പയറി ഡേറ്റ് ആയ എന്തെങ്കിലും നമ്മൾ ഉപയോഗിക്കാറുണ്ടോ? എന്താ ഡാം മാത്രം ഉപയോഗിക്കുന്നത്? അവർ പറയും 40 വർഷം കഴിഞ്ഞ് 130 വർഷം ആയതുകൊണ്ട് ഈ ഡാം വേണ്ട, അത് ഡീകമ്മീഷൻ ചെയ്യണം, ഇമ്മീഡിയറ്റ് ഡീകമ്മീഷൻ അവർ പറയും. അതിന് കേരള സർക്കാർ എന്താ സപ്പോർട്ട് ചെയ്തൊരു അഫിഡവിറ്റ് സുപ്രീം കോടതിയിൽ ഇടാത്തത്? ഇത് വെറുതെ ഒരാൾ പറയുന്നതല്ലോ. കേരളം നിരന്തരമായിട്ട് സുപ്രീം കോടതിയിൽ തോറ്റപ്പോൾ കേരളത്തിന് അനുകൂലമായ ആദ്യത്തെ വിധി 2018 വാങ്ങിയ ആളായി പറയുന്നത്. അല്ലെങ്കിൽ ഇവരെ സ്വീകരിക്കണ്ട. 2018 പ്രളയകാലത്ത് മുഖ്യമന്ത്രി ഒരു 3 അടി വെള്ളം കുറയ്ക്കണം എന്ന് പറഞ്ഞിട്ട് തമിഴ്നാട് കുറയ്ക്കാതിരുന്നപ്പോൾ സുപ്രീം കോടതി വഴി 3 അടി വെള്ളം കുറയ്ക്കാനുള്ള ഉത്തരവ് വാങ്ങിയ ആളായി പറയുന്നത്. അതുകൊണ്ടാണ് മാധവ് ഗാഡ്ഗിൽ പറഞ്ഞത് നമ്മളൊക്കെ ഒരുപാട് കാലമൊന്നും കഴിയണ്ട, അദ്ദേഹത്തിന് ഒരുപാട് വയസ്സുണ്ട്, അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് ഇത് കാണും എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ വർഷം പുത്തുമലയിൽ നമ്മൾ കണ്ടു, ഈ വർഷം മുണ്ടക്കയിൽ കണ്ടു, ചൂരൽമലയിൽ കണ്ടു. ഇത് കഴിഞ്ഞ ഓഗസ്റ്റ് തുടങ്ങിയിട്ടുള്ളൂ. ഓഗസ്റ്റിൽ പെയ്യുന്ന മഴ എന്താണ്? ഓഗസ്റ്റിൽ പെയ്യുന്ന മഴ എന്ന് പറഞ്ഞാൽ ജൂൺ ജൂലൈ മാസങ്ങളിൽ മഴ പെയ്യുമ്പോൾ അത് വനം വലിക്കും, ഒരു സ്പോഞ്ച് പോലെ വലിക്കും. ഓഗസ്റ്റിൽ പെയ്യുന്ന മഴ മുഴുവനും ഒരു തുള്ളി പോലും ഫോറസ്റ്റ് വലിക്കില്ല, അത് ഒഴുകി ഡാമുകളിലും നദികളിലും എത്തും. ഓഗസ്റ്റ് നമ്മൾ പേടിക്കണം. ഓഗസ്റ്റ് ഇപ്പോൾ ഉള്ള ഈ സമയം നമ്മൾ ഭയക്കണം. ഈ ഒരു മുല്ലപ്പെരിയാർ ഇഷ്യൂവിനെ പറ്റിയിട്ട് ഒരു സമിതി രൂപീകരിക്കുകയും അത് ഒരു 5 അംഗ കമ്മിറ്റി ഇടയ്ക്ക് വരുന്നായിരുന്നു. ആ സമയത്ത് തമിഴ്നാട്ടിൽ നിന്നുള്ള പ്രതിനിധിയും അതുപോലെ തന്നെ കേരളത്തിൽ നിന്നുള്ള പ്രതിനിധികളും ഉണ്ടായിരുന്നു. ആ സമയത്ത് നമ്മുടെ കേരളം തോറ്റുപോകാനുണ്ടായ ഒരു കാരണം എന്ന് പറയുന്നത് KT തോമസിന്റെ ഒരു പ്രസ്താവനയായിരുന്നു. അതായത് ഈ ഡാം 1000 വർഷങ്ങളല്ല, അങ്ങ് 10,000 വർഷങ്ങൾ പോയാലും ഈ ഡാം ഇതുപോലെ തന്നെ നിൽക്കും, 100 അല്ല 1000 വർഷങ്ങൾ പോയാലും ഇതുപോലെ തന്നെ നിൽക്കും എന്നൊരു പ്രസ്താവന. അപ്പൊ ഇത്തരത്തിലൊരു വിഡ്ഢിതരം KT തോമസിൽ നിന്നും, അതായത് കേരളത്തെ മൊത്തം അറിയാവുന്ന ഒരാളിൽ നിന്നും ഈ മൊത്തം ജനതയെ ഉൾക്കൊണ്ട് ഒരാൾക്ക് സംസാരിക്കാൻ അവസരം കിട്ടിയപ്പോൾ ഈ ഒരു വിഡ്ഢിതരം പറയാനുണ്ടായ കാരണം എന്താണ്? ഇത് വിഡ്ഢിത്തരാണെന്ന് ആദരക്ക് മനസ്സിലായി. കേരളത്തിലെ 3.5 കോടികൾക്ക് മനസ്സിലായ, 3.5 കോടി ജനത്തിന് മനസ്സിലായി ഇത് വിഡ്ഢിത്തരാണെന്ന്. അപ്പൊ ഈ ജനങ്ങളെന്തായി? പമ്പര വിഡ്ഢികളല്ലേ ഈ ജനങ്ങള്? അല്ലേ? ഇവരെ ഞാൻ നേരത്തെ ഇതിൻ്റെ ആമുഖത്തിൽ തന്നെ പറഞ്ഞു, ഇവരെ നന്നാക്കലല്ല എനിക്ക് പണി. നിങ്ങളോട് ഈ ആൾക്കാരോടൊക്കെ എനിക്ക് പറയാനുള്ളത് എന്താണ്? ഞങ്ങൾക്ക് ജീവൻ തരുമെന്ന് മാത്രമേ ഉള്ളൂ, അത്രേ പറയുന്നുള്ളൂ. ഞാൻ പറയണ എപ്പോഴാണ്? ഈ അവസാന നിമിഷങ്ങളിലാണ്. ഇനി സമയമില്ല. നിങ്ങൾ ഇന്ന് സുപ്രീം കോടതിയിൽ കൊണ്ടുവന്ന ഒരു അഫിഡവിറ്റ് ഇട്ട്, റിലയബിലിറ്റി സയൻറ്റിസ്റ്റുകൾ ഡാം പരിശോധിക്കിട്ട് ഞങ്ങൾക്ക് വിരോധമില്ല എന്ന് പറഞ്ഞ് അഫിഡവിറ്റ് ഇട്ട് നാളെ തീരുന്ന കേസാണിത്. അതിനിപ്പോൾ ഇവർ ചെയ്യുന്ന എന്താണ്? കരാറ് പരിശോധിക്കാൻ പോകണം. എത്ര നാൾ എടുക്കുക കരാറ് പരിശോധിച്ച് തീരുമ്പോൾ സുപ്രീം കോടതി? പുതിയ ഡാം ഉണ്ടാക്കാൻ പോകുന്നു. തൊട്ട് മുകളിൽ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ തൊട്ട് മുകളിൽ കക്കി ഡാമുണ്ട്. കക്കി ഡാമിൽ മുല്ലപ്പെരിയാർ ഡാമിനുള്ളതിനേക്കാൾ വെള്ളമുണ്ട്. അവിടെ നിന്ന് 52 കിലോമീറ്റർ പൈപ്പ് വലിച്ചാൽ മുല്ലപ്പെരിയാർ പെൻസ്റ്റോക്ക് പൈപ്പിലേക്ക് ഘടിപ്പിക്കാം. തമിഴ്നാടിന് ഇന്ന് കിട്ടുന്നതിൽ കൂടുതൽ വൈദ്യുതിയും കിട്ടും, ഇന്ന് കിട്ടുന്നതിൽ കൂടുതൽ വെള്ളവും കിട്ടും. എന്താ ഇത് ചെയ്യാനായിട്ട് 2 കൂട്ടർക്കും ഒരു താല്പര്യമില്ലായ്മ? കേരളത്തിലെ രാഷ്ട്രീയക്കാർക്കും അവിടെയുള്ള രാഷ്ട്രീയക്കാർക്കും താല്പര്യമില്ലാത്തത് എന്താ? എല്ലാ വർഷവും കിട്ടുന്ന, ഇതൊരു പൊന്മുട്ടയിടുന്ന താറാവാണ് ഈ മുല്ലപ്പെരിയാർ ഡാം. എല്ലാ വർഷവും പോക്കറ്റിലേക്ക് വരുന്നതും നിലയ്ക്കും. മാത്രമാണോ ഇത്? ജനങ്ങൾക്ക് ഉപകാരം ഉണ്ടാവും. പുതിയ കരാറ് വരും. ഈ ടണൽ സിദ്ധാന്തം എന്നും പറഞ്ഞിട്ട് കുറേ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട്. പഴയ കരാറ് 999 വർഷത്തെ കരാറ് ഇപ്പോഴും നിലനിർത്താൻ വേണ്ടിയിട്ടാണ്. ഇപ്പോഴും നിലനിർത്താനല്ല, അടുത്ത 8-9 നൂറ്റാണ്ട് നിലനിർത്താനാണ് ഈ ടണൽ സിദ്ധാന്തം. ഞാൻ പറയുന്ന ഈ കക്കി ഡാമിൽ നിന്ന് വെള്ളം കൊടുത്താലുള്ള പ്രശ്നം എന്താണെന്നറിയോ? പുതിയ കരാറ് വരും.
പുതിയ കരാറ് വരുമ്പോൾ ഈ പറഞ്ഞ പോലെ 50,000 കോടി ഉണ്ടെന്ന് അവർ പറയണ്ടല്ലോ അവരുടെ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റിൽ. അതിൽ പകുതി ഇങ്ങോട്ട് തരേണ്ടി വരും. ഈ പകുതി വേണ്ടെന്നേ, നമുക്കൊരു 10,000 കോടി കിട്ടിയാൽ മതി. ഇലക്ട്രിസിറ്റി അവിടെ സർപ്ലസ് സ്റ്റേറ്റ് ആണ്, ഇവിടെ ഡിഫിസിറ്റ് സ്റ്റേറ്റ് ആണ്. നമുക്ക് ആ ഇലക്ട്രിസിറ്റി മുഴുവനും തരേണ്ടി വരും. അത് പറ്റൂല. നമ്മുടെ ഖജനാവിലേക്ക് ഒന്നും വരാൻ പാടില്ല. ഞങ്ങളുടെ പോക്കറ്റിൽ മാത്രമേ വരാവൂ. ജനങ്ങൾ ചത്തിട്ട് വേണം കരിമണൽ എടുക്കാൻ എന്ന് വിചാരിച്ചിട്ടാണ് ഇവർ ഇരിക്കുന്നത്. എനിക്ക് സംശയമുണ്ട്. കരിമണൽ മതിയല്ലോ നമ്മുടെ യുവാക്കൾക്ക് സമ്പത്തിന്. ഇത്രയും സമ്പത്ത് നമ്മുടെ മുമ്പിൽ കിടക്കാണ്. എന്നിട്ട് ഇവരെന്താ ചെയ്യുന്നത്? ഈ കരിമണലിൻ്റെ 1 രൂപ പോലും ഖജനാവിലേക്ക് എടുത്തു വയ്ക്കുന്നില്ല. ഇവർ ഓരോരുത്തരെ വിട്ട് കുറേശ്ശെ എടുത്ത് കച്ചവടമാക്കാൻ ചെയ്യും. പക്ഷെ മുല്ലപ്പെരിയാർ ഇവർക്ക് മുന്നിൽ ഒരു ഭീഷണി തന്നെയല്ലേ? രാഷ്ട്രീയക്കാരെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ പോലും മുല്ലപ്പെരിയാർ പൊട്ടി വന്നു കഴിഞ്ഞാൽ ഇവർ ഉൾപ്പെടെയുള്ള ഒരു ജനത തന്നെയല്ലേ ഈ ഒരു ഭൂമിയിൽ നിന്ന്, അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് ഇല്ലാതായി പോകുന്നത്. അങ്ങനെ ആദരം വിചാരിക്കണ്ട. അവർ ഈ ജനങ്ങളെ പോലെ വിഡ്ഢികളാണെന്ന് വിചാരിക്കണം. അവർ കേരളത്തിൽ ഈ രാഷ്ട്രീയ നേതൃത്വം എന്ന് പറഞ്ഞാൽ, കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വം ബുദ്ധി ഉണ്ടെങ്കിൽ മാത്രം പിടിച്ചു നിൽക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ നേതൃത്വമാണ്. പാവം ഈ ജനങ്ങൾ ഇവരെ അന്ധമായി വിശ്വസിച്ച് നടക്കണം. നമ്മുടെ ജീവിതമാണ് കട്ടപ്പുകയാകാൻ പോകുന്നത്. ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം 84 ഡാംസ് ഉണ്ടാക്കി വെച്ച് ഇവിടെ ഭൂകമ്പ സാധ്യത കൂടി ഈ എറണാകുളത്ത് 7+ വരുന്ന ഭൂകമ്പം ഉണ്ടാവാമെന്നാണ് സിസ്മോളജിസ്റ്റുകൾ പറയണത്. നല്ലേപ്പള്ളിയിൽ, പാലക്കാട്ട് ചിറ്റൂർ താലൂക്കിൽ നല്ലേപ്പള്ളി എന്ന് പറഞ്ഞ ഒരു ഗ്രാമമുണ്ട്. അവിടെ 1900 റിക്ടർ സ്കെയിൽ 6.1 വരുന്ന ഭൂകമ്പം ഉണ്ടായി. കോയമ്പത്തൂർ ഭൂകമ്പം എന്നത് അറിയപ്പെടുന്നത്. അതിൻ്റെ അലവലികൾ കൊച്ചു വരെ ഉണ്ടായി. അന്ന് 1900 ഇത്രയും വലിയ ബിൽഡിങ്സ് ഒന്നും ഇവിടെ ഇല്ല, സ്ഥാപനങ്ങളൊന്നും ഇല്ല, ഇത്രയും കൺസ്ട്രക്ഷൻ ഇവിടെ നടന്നിട്ടില്ല. ഇപ്പോൾ അതേ സ്ഥലത്ത് തന്നെ എപ്പി സെൻ്ററായിട്ട്, പ്രഭവ കേന്ദ്രമായിട്ട് ഭൂകമ്പം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് 6 വർഷത്തിനുള്ളിൽ സംഭവിക്കുമെന്ന് സീസ്മോളജിസ്റ്റുകളുടെ പ്രവചനമുണ്ട്. അതായത് 2030 സംഭവിക്കുന്നു, 6 വർഷത്തിനുള്ളിൽ. ആ ഭൂകമ്പം റിപ്പീറ്റ് ചെയ്താൽ എന്തായിരിക്കും സ്ഥിതി? ഈ കൊച്ചി തന്നെ, കേരളം മൊത്തത്തിൽ തന്നെ, അതൊക്കെ ഡാം ഇൻഡ്യൂസ്ഡ് എർത്ത് ആണെന്ന് നമ്മൾ ചേർത്ത് വായിക്കണം. എല്ലാം ഇവിടെ ഉണ്ടായ ട്രമേഴ്സ് മുഴുവനും ഡാം ഇൻഡ്യൂസ്ഡ് ആണ്. നമ്മളിപ്പോൾ സംസാരിക്കുമ്പോഴാണെങ്കിൽ പോലും ഇന്ത്യയിൽ 36 ഡാമുകൾ തകർന്ന ഒരു ചരിത്രമുള്ള ഇന്ത്യയിൽ നിന്ന് തന്നെയാണ് നമ്മൾ സംസാരിക്കുന്നത്. ലോക റെക്കോർഡ് എടുക്കുകയാണെങ്കിൽ പോലും തകരാൻ സാധ്യതയുള്ള, ഉടൻ തന്നെ തകരാൻ സാധ്യതയുള്ള ലിസ്റ്റിൽ 6 എണ്ണത്തിൽ ഒരെണ്ണമാണ് മുല്ലപ്പെരിയാർ എന്ന് പറഞ്ഞ ഡാം. അപ്പം സാറിൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ, ഇപ്പം സാർ റീസെൻ്റ് ആയിട്ടും ഒരു കാര്യം പറഞ്ഞിരുന്നു, മുല്ലപ്പെരിയാർ ഡാമിന് വളവുണ്ടെന്ന്. കാരണം കഴിഞ്ഞ വർഷങ്ങളിൽ ഇല്ലായിരുന്നു. ഇത്തവണ ഗൂഗിൾ മാപ്പിൽ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ പോലും വ്യക്തമായിട്ട് കാണാവുന്നതാണ് ആ ഒരു വളവ്. അപ്പം ഇനി മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ആയുസ് എത്ര നാളായിരിക്കും ഏകദേശം, സാറിൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ, ഇത്രയും റിസർച്ച് ചെയ്തതിലൂടെ? അക്കാര്യത്തിൽ ഞാൻ കുറച്ച് മിസ്റ്റേക്കലാണ്, സ്പിരിച്വലാണ്. ഞാനിതിൻ്റെ മുമ്പിൽ നിൽക്കുന്നത് കൊണ്ട് മുല്ലപ്പെരിയാർ ഡാം തകരില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. അതിന് യാതൊരു ശാസ്ത്രീയ അടിത്തറയുമില്ല, യാതൊരു ലോജിക്കുമില്ല, ഒന്നുമില്ല. എങ്കിൽ പോലും അങ്ങനെ ഒരു വിശ്വാസമുണ്ട് എനിക്ക്. ഇത് എന്നിൽ ഈ വിശ്വാസം ഇഞ്ചക്റ്റ് ചെയ്ത് കയറ്റിയതാണ് ഒത്തിരി ആളുകൾ. ഒത്തിരി പ്രഗത്ഭരായ സ്പിരിച്വൽ മേഖലയിൽ ഒരുപാട് ഔന്നത്യമുള്ള ആളുകൾ പറഞ്ഞപ്പോൾ ഞാനും അങ്ങനെ വിശ്വസിക്കുകയാണ്. കാരണം ഈ ഡാം തകരാതിരിക്കുന്നത് മഹാത്ഭുതം. മനസ്സിലായി? ഈ ഡാം തകരാതിരിക്കുന്നത് മഹാത്ഭുതം. ഒന്നാമത് അതിൻ്റെ അടിയിൽ ഒരു വലിയ വിള്ളൽ കണ്ടെത്തിയിട്ടുണ്ട് ഡാമിൻ്റെ, മുല്ലപ്പെരിയാർ ഡാമിൻ്റെ അടിയിൽ. അതൊരു സീസ്മിക് ഏരിയയിലാണ് ഈ ഡാം നിൽക്കുന്നത്, ഭൂകമ്പ സാധ്യത കൂടിയ മേഖലയിലാണ്. കൊടൈക്കനാൽ ഭ്രംശ മേഖല കേവലം 16 കിലോമീറ്റർ മാത്രം അകലത്തിലാണ് മുല്ലപ്പെരിയാർ ഡാമിൽ നിന്ന്. മുല്ലപ്പെരിയാർ ഡാം സെൻറ്ററായിട്ട് 200 കിലോമീറ്റർ ചുറ്റളവിൽ 22 എപ്പി സെൻറ്റേഴ്സ് ഉണ്ട്. ഭൂകമ്പത്തെ തടയാനായിട്ട് ആർക്കെങ്കിലും സാധിക്കുമോ? എന്ത് വലിയ ഫോഴ്സാണ്. ഞാൻ എപ്പോഴും ആലോചിക്കുന്നത്, ഭൂകമ്പമുണ്ടായി ജീവനോടെ കല്ലിൻ്റെ ഇടയിൽ കിടക്കരുതെന്നാണ്. അത് ആലോചിച്ചിട്ട് ഭയങ്കര ഒരു വിഷമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സുബോധത്തോടെ 2 ആഴ്ച ഇവിടുത്തെ റെസ്ക്യൂ ഓപ്പറേഷൻസ് കണ്ടില്ലേ, 24 മണിക്കൂറിനുള്ളിൽ മുണ്ടക്കയിലും ചൂരൽമലയിലും റെസ്ക്യൂ ഓപ്പറേഷൻസ് അവസാനിപ്പിക്കണം. ഞാനിത് പറയുമ്പോൾ വലിയ അതിശയോക്തി കലർത്തി പറയുന്നതാണെന്ന് ചിലപ്പോൾ ചിന്തിക്കാം. പക്ഷേ അതാണ് ദുരന്ത നിവാരണ ശാസ്ത്രം. അതാണ്
ഒരാൾ മണ്ണിൻ്റെ അടിയിൽ കല്ലിൻ്റെ ഇടയിൽ കിടക്കുക, ജീവനോടെ സുബോധത്തോടെ അനങ്ങാൻ പറ്റാണ്ട്, അതിൽ പരം നരകം ഒരു മനുഷ്യനുമില്ല. അവനെ എത്രയും പെട്ടെന്ന് അതിൽ നിന്ന് അവൻ അങ്ങനെ തന്നെ കിടന്ന് ചിലപ്പോൾ മരിച്ചു പോകും. ഇപ്പം തന്നെ എത്ര ദിവസമായി? 6 ദിവസമോ 7 ദിവസമോ കണ്ടായില്ല. ഇപ്പോഴും മണ്ണിൻ്റെ അടിയിൽ ആളുകൾ കിടക്കാം. അപ്പോൾ നമുക്കൊരു ദുരന്ത നിവാരണ ശാസ്ത്രമില്ല, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് സയൻസ് ഇല്ല. ഇവിടെ ഒരു യൂണിവേഴ്സിറ്റി അത് പഠിപ്പിക്കുന്നില്ല, ട്രെയിൻഡ് പേഴ്സണൽസ് ഇല്ല, എർത്ത് മൂവേഴ്സ് ആവശ്യത്തിനില്ല, ഫ്ലാഷ് ലൈറ്റ് ആവശ്യത്തിനില്ല. ഇവരെന്ത് റെസ്ക്യൂ ഓപ്പറേഷൻസാണ് മുണ്ടക്കയിലും ചൂരൽമലയിലും ചെയ്തത്? രാവിലെ മുതൽ വൈകുന്നേരം വരെ അവിടെയൊക്കെ കളച്ച് നോക്കും. വൈകുന്നേരം ആകുമ്പോൾ പണി നിർത്തി പോവും. കൂലിപ്പണിക്കാർ വൈകുന്നേരം ആകുമ്പോൾ അന്നത്തെ തച്ച് വാങ്ങിച്ച് പോണ പോലെ പോവാണ്. രാത്രി ഒരു പരിപാടിയില്ല. ആക്സാ ലാമ്പുണ്ടോ രാത്രി വെളിച്ചം കൊടുക്കാനായിട്ട്? ഇല്ല. അപ്പം എന്താണ് ഒരുമാതിരി കടത്ത് കഴിക്കുന്ന റെസ്ക്യൂ ഓപ്പറേഷൻസ്, ദുരന്ത നിവാരണയോടെ നടക്കുന്നത്? മനുഷ്യൻ്റെ ജീവൻ വെച്ചിട്ടാണ് ഇവർ കളിക്കുന്നത്. ഇവർക്ക് എല്ലാത്തിനും പണമുണ്ടല്ലോ. നമ്മുടെ പണം, നമ്മുടെ നികുതി പണം എടുത്താണ് ഈ അർമാദിക്കുന്നത്. എന്നിട്ടാണ് ഇതിനൊന്നും പണമില്ല. ആവശ്യത്തിന് എർത്ത് മൂവേഴ്സ് ദുരന്ത നിവാരണ സമിതിക്ക് ഉണ്ടാക്കി വെക്കാൻ കഴിയുന്നില്ല. ബെയിലി ബ്രിഡ്ജ്, സൈന്യം വന്ന് ബെയിലി ബ്രിഡ്ജ് നിർമ്മിച്ചില്ലെങ്കിൽ ഇവരെന്നാ ചെയ്യും? എന്ത് ചെയ്യും? കേരളത്തിൻ്റെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിന് പറ്റുമോ ഇത്? എൻ്റെ കേസിലൊരു ഉത്തരവുണ്ട്. 2018 കേരളത്തിലെ ജനങ്ങളുടെ ജീവന് വേണ്ടി തമിഴ്നാട് ഒരു ദുരന്ത നിവാരണ സമിതി രൂപീകരിക്കണം. അതും നിലവിലുള്ള ദുരന്ത നിവാരണ സമിതികൾക്ക് പുറമെ ആ ദുരന്ത നിവാരണ സമിതി കേരളത്തിലെ ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കണം. അതിന് എല്ലാ മോഡേൺ എക്യുപ്മെൻസും വേണം. അതല്ലേ ഒരാളുടെ ജീവൻ പോലും നഷ്ടപ്പെടാൻ പാടില്ല, ഒരാളുടെ സ്വത്ത് പോലും നഷ്ടപ്പെടാൻ പാടില്ല എന്ന് സുപ്രീം കോടതി പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? എല്ലാ സമസ്ത സജ്ജീകരണങ്ങളോടും കൂടിയ ഒരു ദുരന്ത നിവാരണ സമിതി വേണം എന്നല്ലേ? അത് തമിഴ്നാട് ഉണ്ടാക്കി വച്ചിട്ടുണ്ട്.